You are watching Malabar Safari. ഹായ് സുഹൃത്തുക്കളെ, മലബാർ സഫാരിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ കീശ്ശേരി എന്ന സ്ഥലത്താണ്. കീശ്ശേരിയിലെ ചുള്ളിക്കോട് എന്ന സ്ഥലത്ത് ഒരു പുരാതന ഗുഹയുടെ ബാക്കി പത്രങ്ങൾ കാണാനാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്. ആ ഗുഹയുടെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് മലബാർ സഫാരി നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു കീശ്ശേരിയിൽ തന്നെ ഒരു ഗുഹ നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നു. ആ ഗുഹയുടെ അടുത്ത് തന്നെയാണ് ഈ ഗുഹ. അപ്പോൾ അവിടേക്ക് തന്നെയാണ് നമ്മൾ ഈ ആഴ്ചയും വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കണ്ട സ്ഥലം തന്നെയാണ് ഇത്. പക്ഷേ അതിൻ്റെ കുറച്ച് മുകളിലായിട്ടാണ് ഈ ഒരു ഗുഹ സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ അവിടെ അധികം കയറാനൊന്നും പറ്റില്ല. അവിടെയൊക്കെ അടച്ചിട്ടിട്ടാണ് ആൾക്കാർ കയറുന്നത്. അതൊരു വലിയ ഡേഞ്ചറസ് വേറൊരു ഗുഹയാണ്. ഇതാണ് ആ സ്ഥലം. ചുള്ളിക്കോട് റോഡാണ്. ഈ ഒരു ബസ് സ്റ്റോപ്പ്, ഈ ഒരു ക്ഷേത്ര ബോർഡ്, ഇതാണ് അങ്ങോട്ടേക്ക് കയറാനുള്ള സ്ഥലം. ഈ രണ്ട് ഗുഹയും അടുത്തടുത്തായിട്ട് തന്നെയാണ്, ഒരേ റൂട്ടിൽ തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു സ്ഥലം. അപ്പോൾ പറഞ്ഞിരുന്നു അടുത്ത ആഴ്ച ഇത് വേറൊരു ഗുഹയിൽ ഇതേ സ്പോട്ടിൽ തന്നെ വരും എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ കാണാത്തവർ നമ്മളെ വീഡിയോ ഒന്ന് കാണാം. പിന്നെ റൂട്ടിൽ നിന്ന് കയറി ഇവിടെ തന്നെയാണ് ആദ്യത്തെ ഗുഹ. ആ ഗുഹ നമുക്ക് കാണാം. ആദ്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച എക്സ്പ്ലോർ ചെയ്ത് ഈ ഗുഹ നമ്മളൊരു കണ്ടതാണ്. ഈ ഗുഹേൻ്റെ ഇവിടെ നിന്ന് തന്നെ ചെറിയ നടവഴിയുണ്ട്, റബ്ബർ തോട്ടങ്ങളാണ്. ഇവിടുന്ന് കുറച്ച് മുകളിലേക്ക് കയറിയിട്ടാണ് മറ്റേ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. നല്ല കുത്തനുള്ള കയറ്റാണ്, കിതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതും അതേപോലെ തന്നെ മറ്റേ 1921 മാപ്പിള കലാപത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഗുഹ തന്നെയാണ് ഇത്. ആ കാലഘട്ടങ്ങളിൽ ഒരുപാട് യുദ്ധമുറകൾക്ക് വേണ്ടിയിട്ടുള്ള ഒളിപ്പോരുകൾ നടത്താനും ഒളിച്ചു താമസിച്ചതും ആയുധങ്ങൾ ശേഖരിച്ച് വെക്കാനൊക്കെ അതിലേക്ക് വേണ്ട ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ശേഖരിച്ച് വെക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന പഴയകാലത്തെ ഒരു ഗുഹ തന്നെയാണ് ഇത്. ആ ഗുഹയുടെ തൊട്ടടുത്ത് തന്നെയാണ് സംഭവം. കുറച്ച് മുകളിലോട്ടൊന്ന് കയറി വരുന്നുള്ളൂ. നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇതാണ് ആ ഗുഹ. അത്യാവശ്യം വലിയൊരു ഗുഹയാണിത്. പക്ഷെ ഇതിൻ്റെ മുൻവശം കല്ലിട്ട് അടച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും വലിയ കല്ലുകളൊക്കെ എന്താ പറയുക, എങ്ങനെ ഇവിടെ എത്തി അക്കാലത്ത് എന്നുള്ളതാണ് നമുക്ക് ഭയങ്കര ഒരു ആശ്ചര്യം തോന്നുന്നത്. ഇത്രയും വലിയ കല്ലുകൾ ഒരിക്കലും നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ ഈ കല്ലിൻ്റെ ഒരു വലുപ്പം എത്രയെന്ന് അറിയാം. ഒരു ആധുനിക സജ്ജീകരണങ്ങളും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇത്രയും വലിയ കല്ലുകൾ, പാറകൾ എങ്ങനെ ഇതിൻ്റെ മുമ്പ് ഇട്ട് ഇത് അടച്ചു എന്നുള്ളത് വലിയൊരു അത്ഭുത കാഴ്ച തന്നെയാണ്. കണ്ടില്ലേ, വലിയ ഒരു മുഖമാണ് ഈ ഗുഹേൻ്റെ. പക്ഷേ ഉള്ളിലേക്ക് ചെറുതാണ്. മുൻവശം വളരെ വലുതാണ്. അതുപോലെ തന്നെ ഉള്ളിലേക്ക് ചെറുതുമാണ്. ഇതിലെങ്ങനെ അങ്ങോട്ട് കയറി അങ്ങോട്ട് ചാടാം. പക്ഷേ ഇങ്ങനെ ഇവിടുത്തെ ഒരു വഴിയുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നതിന് ഷൂട്ട് ചെയ്ത്, പക്ഷേ ഈ വീഡിയോ നമ്മളിന്ന് മിസ്സായി. നമ്മൾ വീണ്ടും ഒന്നുകൂടി വന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ വേറൊരു ഗുഹം കൂടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതും എക്സ്പ്ലോർ ചെയ്യുക, ഇതും ചെയ്യാമെന്ന് ഉദ്ദേശത്തോട് വന്നാണ്. വളരെ ഇടുങ്ങിയ വഴികളാണ്. വളരെ ഇടുങ്ങിയ വഴിയായിരുന്നു. വളരെ ഇടുങ്ങിയ വഴിയായിട്ടുണ്ടല്ലേ, ഭയങ്കരമായിട്ടുള്ള ഇടുങ്ങിയ വഴികളാണ്. എന്തുണ്ടാവും എന്നറിയില്ല. കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ വേറെ പ്രശ്നമൊന്നും ഇല്ലേനും. അതാണ് ഗുഹ. എന്മാരും ഇതിൻ്റെ വൈപ്പെന്ന് പറയാം, വളരെ ഭീകരമായ ഒരവസ്ഥ. പക്ഷെ താഴത്തെ ഗുഹേൻ്റെ
അത്ര തന്നെ ഇതിലൊരു ശ്വാസം മുട്ടിട്ടില്ല, കാരണം അത് ഉള്ളിലേക്ക് അധികമില്ല. ഇത് സ്വാഭാവികമായിട്ട് ഉണ്ടായ ഒരു ഗുഹയാണ്. പക്ഷെ ഇതാരും ഉണ്ടാക്കിയതല്ല. മറ്റേതിൽ കുറേ മനുഷ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രാദേശികമായി അറിയാൻ കഴിഞ്ഞത്. അത് ആദ്യം ചെറിയൊരു ഗുഹയാണ്, പിന്നീട് പല ഭാഗത്തേക്കും തുറന്ന് പല പ്രദേശത്തേക്കും പോകാനുള്ള വഴികൾ അതുണ്ടായിരുന്നു. അത് അടഞ്ഞു പോയി എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇവിടെ അതേപോലെ തന്നെ ഇത് ഇവിടെ വലിയൊരു കുഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെന്തെങ്കിലും ആരെങ്കിലും വലിയ നിധി തേടി പോയതാണോ, അല്ലാതെ അങ്ങോട്ട് താഴത്തേക്ക് ഉണ്ടായിരുന്നു, അതാ മണ്ണ് വീണ് അടഞ്ഞു പോയതാണെന്നറിയില്ല. ഏതായാലും ഇത് വലിയൊരു ഗുഹയാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് സംഭവം, പക്ഷെ അത് പോവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ആരും പോകരുതെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറായ ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ വെച്ച് നിൽക്കുകയാണ്. നോക്കാം, നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം എത്രത്തോളം ഇത് പോകുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. അതെ, ഇവിടെ വലിയ ഗുഹയാണ്. ഉള്ളിലേക്ക് ഭയങ്കര തുറങ്കാണ്. ഇവിടെ അവസാനിക്കുന്നു. ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ കയറ്റി ഇതിനുള്ളിൽ കുറേ ഉണ്ട് എന്നുള്ളത്, അതുകൊണ്ടായിരിക്കാം അടച്ചിട്ടിട്ടില്ലേ എന്ന്. പക്ഷേ ഈ ഗുഹ ഇവിടെ അവസാനിക്കുന്നു. പക്ഷെ ഇനി താഴത്തേക്ക് ഉണ്ടായാലും മണ്ണ് വീണൊക്കെ കാണേണ്ട വെച്ചത് മനഃപൂർവ്വം അടച്ചതമായി എനിക്ക് തോന്നുന്നുണ്ട്. പല സംഭവങ്ങൾ അതിലങ്ങോട്ടൊക്കെ വഴി കാണുന്നുണ്ട്. എന്തെങ്കിലും ജീവികളൊക്കെ അതൊക്കെ അടച്ച മാതിരി തോന്നുന്നുണ്ട്. അതായത് ആരും പോവാതിരിക്കുന്നത്. അതേപോലെ തന്നെ വലിയ പല വഴിക്കുള്ള ഒരു സംഭവം തന്നെയാണ് സംഭവം. പക്ഷേ എങ്കിൽ ഇത് അടച്ചിട്ടുണ്ട്. നമുക്ക് മനുഷ്യ ഇടപെടലൂടെ കല്ലിട്ട് അടച്ച മാതിരിയാണ് ഇത് തോന്നുന്നത്. കാരണം അതൊക്കെ അങ്ങോട്ടൊക്കെ വലിയ ഗുഹകളാണ്. രണ്ട് സൈഡിലും സംഭവം നല്ല കിടക്കുന്നുണ്ട്. അവിടെ നിന്ന് കീഴ് വന്നിട്ട് ഇത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും വീഡിയോയിൽ. പക്ഷേ എങ്കിൽ സഹിക്കുക, വേറെ നിവർത്തിയൊന്നുമില്ല. അത്രയും കിതപ്പാണ്. അവിടെ നിന്ന് കയറി കുത്തനുള്ള കയറ്റാണ്. ആരും ഒറ്റയ്ക്ക് വരരുത്. നമുക്ക് ഒരുപാട് ഗുഹകൾ കയറിയുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മളിത് വരേണ്ടത്. അതുപോലെ ആരും വരരുത്. എല്ലാവരും ഒറ്റയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ആകെപ്പെടും. അതെല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ ചാനലിലെ വീഡിയോ കണ്ടിട്ട് ആരും എടുത്ത് ചാടി വരരുത്. ഇത് വലിയൊരു ഗുഹ തന്നെയാണ് കേട്ടോ. പെട്ടെന്ന് ഫ്രണ്ടിൽ നിന്ന് ആരും നോക്കിയാലും ശ്രദ്ധിക്കപ്പെടില്ല. എന്താ ഈ വഴിക്കൊക്കെ എന്താ പറയുക വഴികളുണ്ട്, പക്ഷെ അതൊക്കെ അടച്ചിക്കാണ് മാതിരി എനിക്ക് തോന്നുന്നില്ല. മണ്ണിട്ട് അടച്ച മാതിരി. ഇതൊരു സാധാരണ ഗുഹ അല്ല, അതൊരു ഭയങ്കര വലുപ്പമുള്ളൊരു ഗുഹ തന്നെയാണ്. അടിയല്ലേ കുറേ ഭാഗങ്ങൾ ഇവിടുന്ന് ഇടിഞ്ഞു പോകുന്ന മാതിരിയൊക്കെയാണ്. ഇവിടെ താഴെ തന്നെ കല്ലിൻ്റെ ഒരു ഷേപ്പൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. പിന്നെ ഇവിടെ കുറേ ആൾക്കാർ വന്നിട്ടും നടന്നിട്ടുള്ളൊരു മണ്ണൊക്കെ ഒരു പതിഞ്ഞ് നല്ല ആൾപരമായിട്ടുള്ള മാതിരി തോന്നിക്കുന്നുണ്ട്. ഏതായാലും ഇവിടെ സാമൂഹിക വിരുദ്ധർ അഴിഞ്ഞാട്ടുണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. അതിനകത്തുള്ള സംഗതികളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. മദ്യക്കുപ്പികൾ, വെള്ളക്കുപ്പികൾ, പല സംഭവങ്ങളും ഇവിടെ കാണുന്നുണ്ട്. ഏതായാലും ഇത് സംരക്ഷിക്കപ്പെടേണ്ട ഒരു സംഭവം തന്നെ ആയിരുന്നു. പക്ഷേ അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ളൊരു സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഇതൊരു പക്ഷേ സ്വകാര്യ വ്യക്തിയുടെ കയ്യിലോ അങ്ങനെ എന്തെങ്കിലും ആയതുകൊണ്ടാവാം ഇത് ഏറ്റെടുക്കാൻ കഴിയാതെ പോയതൊക്കെ. ഏതായാലും വലിയൊരു സംഭവം തന്നെയാണ് ഈ ഒരു ഗുഹ. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഗുഹ തന്നെയാണ്. അതാണ് ഈ വഴിക്കൂടെ നമ്മൾ വന്നത്. ഇനി അവിടെ ആ കല്ലിൻ്റെ മേലെ കൂടെ ചാടിക്കറന്ന് ഇങ്ങോട്ടും വരാം. ഇതിലാണ് ഇപ്പോൾ നിലവിൽ ഒരു ചെറിയ ഇടുങ്ങിയ വഴിയാണ്. ഇരുന്ന് നിന്നിട്ട് വേണം കയറാനൊക്കെ.
ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത്. പക്ഷേ ഈ ഒരു കാഴ്ച നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ബുദ്ധിമുട്ട് നമ്മൾ ഈ കാഴ്ച ചിത്രീകരിക്കുന്നത്. മേളെ കണ്ടില്ലേ, ഭയങ്കര തിക്കായിട്ടുള്ള കാടാണ്. ആ കാടിനുള്ളിലാണ് ഈ സംഭവം. പക്ഷേ റബ്ബർ തോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ താഴ് ഭാഗത്ത്. മേൽഭാഗത്ത് അതൊന്നും കാണുന്നില്ല. എൻ്റെ റോഡാണ് ആ കാണുന്നത്. വീടുകളവിടെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഭയങ്കര നിഗൂഢമായ ഒരു പുരാതനമായ പല കാര്യങ്ങളും ചരിത്രങ്ങൾ ഇതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് ആർക്കും വല്ലാതെ അറിയില്ല, പ്രാദേശികമായും വല്ലാതെ അറിയില്ല. കാരണം ഇതൊക്കെ അത്രയും പഴക്കമുള്ള ആൾക്കാർ ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് നമുക്ക് പിന്നെ ഇതൊന്നും രേഖപ്പെടുത്തി വെച്ചിട്ടുമില്ല. നമ്മളിപ്പോൾ ഇതിനൊന്നൊരു രേഖ കാര്യങ്ങളില്ല. പക്ഷേ ഇതൊക്കെ പ്രാദേശികമായി പറഞ്ഞ് കേട്ട് വന്ന ഒരറിവുകൾ മാത്രമാണ് ഇതിനൊക്കെ ഉള്ളത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവരെ നമ്മൾ വീഡിയോ കണ്ട് ചാടി ഇറങ്ങി പുറപ്പെട്ട് വരരുത്. കാരണം എന്താ വെച്ചാൽ ഭയങ്കര റിസ്ക്കാണ്. ഈ 2 ഗുഹകളും ഭയങ്കര ഡേഞ്ചർ ഗുഹകളാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലുമൊക്കെ കൂട്ടി വരിക. എന്നിട്ട് ആ താഴെ ഗുഹയിൽ ഭയങ്കരമായിട്ട് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നുണ്ട്. അത് ഞാൻ അനുഭവിച്ചതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇവിടെയുള്ള പല ആൾക്കാരും പല പാമ്പുകളെയും അതേപോലെ തന്നെ പല മാലിന്യങ്ങളും ഒക്കെ കൊണ്ടിടുന്നതാണ് പ്രാദേശികമായി എനിക്കറിയാൻ കഴിഞ്ഞത്. പക്ഷേങ്കിൽ ഇപ്പോൾ അതൊന്നും നടക്കുന്നില്ല. ആളുകൾ വന്നു പോകുന്നുണ്ട്, കണ്ടു പോകുന്നുണ്ട്. എങ്കിലും ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ശ്വാസതടസ്സം അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആരെങ്കിലും കൂട്ടി വരിക. നമ്മൾ ലൊക്കേഷനുകൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക, നമ്മൾ എവിടെയാണ് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഒറ്റക്കാരും സാഹസം ചെയ്യരുത്. അത്രയും ഡേഞ്ചറായിട്ടുള്ള ഗുഹകളാണ്, പേടിപ്പെടുത്തുന്ന കാഴ്ചകളാണ് നമുക്ക് താഴെ ഗുഹേൻ്റെ ഉള്ളിലൊക്കെ ഉള്ളത്. നമ്മൾ ഒരിക്കലും ഇത്രയും വിശാലമാണ് ആ ഗുഹ എന്നൊന്നും നമുക്ക് തോന്നില്ല. അതേപോലെ തന്നെയാണ് ഇതും. പക്ഷേ ഇത് ഉള്ളിൽ അധികം ഇല്ല. പക്ഷേ അതൊക്കെ അടക്കപ്പെട്ടിട്ടുണ്ട്. ഫ്രണ്ടിൽ കല്ലൊക്കെ വെച്ച് അടക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഗുഹയുടെ വിശേഷങ്ങൾ. ഇനി നമ്മൾ തൊട്ടടുത്ത് തന്നെ വേറൊരു ഗുഹയും കൂടെ ഉണ്ട്. അതും കൂടി കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഗുഹയുടെ വിശേഷങ്ങൾ. You are watching Malabar Safari.